ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു 4-5 വളങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ആ വളങ്ങൾ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. അഗ്ലോണിമ പ്ലാന്റ്സ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ആവശ്യം. നമ്മൾ അകത്ത് വെക്കുമ്പോൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കാം. പുറത്താണ് വെക്കുന്നതെങ്കിൽ സൺസൈഡിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് വെളിച്ചം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. അതായത് പ്ലാന്റ്സിന് വെളിച്ചം കിട്ടണം, പക്ഷേ വെയിലടിക്കാനും പാടില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അധികം വെള്ളം നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കേണ്ട. ആഴ്ചയിൽ 2-3 തവണ നമ്മൾ അതിൻ്റെ മണ്ണ് ഡ്രൈ ആണോ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു DAP അഗ്ലോണിമ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിതുവരെ DAP അഗ്ലോണിമ പ്ലാന്റ്സിന് ഇട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാറുള്ള കുറച്ച് വളങ്ങളുണ്ട്. ആ വളങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പം നമ്മൾ ഏതൊരു പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വളമാണ് നമ്മുടെ ജൈവ വളമായിട്ടുള്ള ചാണകപ്പൊടി അല്ലേ. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ ചാണകപ്പൊടി. അപ്പോൾ ചാണകപ്പൊടി ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലൊരു പിക്ചർ ഇടാറുണ്ട്. ആ പിക്ചറിൽ പ്രൊഡക്റ്റ് എന്നുള്ള സ്ഥലത്തൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചാണകപ്പൊടി വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സിനുമാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന വളങ്ങളെല്ലാം ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളേക്ക് അതിൻ്റെ ചെടി ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഓരോരോ ചട്ടിയിലായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കറക്റ്റ് പോട്ടി മിക്സ് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് നടുകയാണെങ്കിൽ ഒരിക്കലും പ്ലാന്റ് ചീഞ്ഞു പോകില്ല, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുക ഒന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് ഒരുപാട് ബേബി പ്ലാന്റ് ഉള്ള നല്ല വേരോടുന്ന നല്ലൊരു പോട്ടി മിക്സാണ് കേട്ടോ. കാണാത്തവർക്കുണ്ട് ഇടാം. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്നോ വൈറ്റ് നട്ട് കൊടുത്തിട്ടുള്ള ചട്ടിയിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങി പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണിത്. അത് നമുക്ക് അതിൻ്റെ മണ്ണൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് കുറഞ്ഞ അളവിലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒന്നാമത്തെ വളം ഞാൻ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത 15 ദിവസം കഴിഞ്ഞാൽ വേറെ വളമാണ് കേട്ടോ ഈ ചട്ടിയിലിടാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാറി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോൾ ഞാനിതിൽ സ്നോ വൈറ്റും ഉണ്ട്, അത് തന്നെ അഗ്ലോണിമ കോസ്റ്റാറ്റും രണ്ടും കൂടി നട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ മതി. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസറാണ് കേട്ടോ. ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മളിപ്പോൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഇടാറുണ്ട്. അപ്പോൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമുക്ക് നല്ലൊരു വളമാണ്. അതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. ഒരു 4-5 മാസത്തേക്ക് നമുക്ക് വളം കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. കാരണം അത് സ്ലോ ആയിട്ട്, അതായത് സാവധാനം പ്ലാന്റ്സിന് കിട്ടേണ്ട എല്ലാ മൂലകങ്ങളും കൊടുക്കുന്ന ഒരു വളമാണ്. അപ്പോൾ കണ്ടില്ല, ഒരു പച്ച ബോൾ പോലത്തതാണ്. ഇത് നേഴ്സറിക്കാരുടെ ഒരു സീക്രട്ട് വളം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ബാസാക്കോട്ട ഫെർട്ടിലൈസർ. അപ്പോൾ അത് നമുക്ക് കുറച്ച് മണ്ണ് നീക്കിയിട്ട് ചെടീൻ്റെ തണ്ട്, അതായത് സ്റ്റെമ്മ് നിൽക്കുന്ന ഭാഗത്തല്ല, കുറച്ച് വിട്ടിട്ട് നമുക്ക് മണ്ണൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫെർട്ടിലൈസർ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 ചട്ടിയിലും ഞാൻ കാണിക്കുന്നത് ബാസാക്കോട്ട ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഓരോരോ വളങ്ങൾ കൊടുക്കേണ്ടത്. അത്രയും ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഒരുപാട് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി നശിച്ചു പോകും. നമ്മൾ പറയാനല്ലേ, എന്തും കൂടുതലായാലും നമ്മൾ നശിച്ചു പോകും. അതുപോലെ ഒരുപാട് വളം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വളം നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിന് നല്ല വളമാണ്, നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസർ കേട്ടോ. അടുത്ത വളം ഞാൻ കാണിക്കുന്നത്, നമുക്കറിയാം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പല ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് അവർക്ക് വേണ്ട ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നോവാടെക് എന്ന് പറഞ്ഞിട്ടുള്ള വളമാണ്. ഇത് നമുക്ക് നമ്മുടെ ഒരു കറുത്ത ബോൾ പോലെയാണ്. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്കല്ല, കുറച്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കുക. ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ ബാസാക്കോട്ട ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നോവാടെക് ഫെർട്ടിലൈസർ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതും ചെടിച്ചട്ടിയിൽ മണ്ണ് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ 3 ഫെർട്ടിലൈസർ ഞാനിപ്പോൾ കാണിച്ചു തന്നു.
നമ്മുടെ ചാണകപ്പൊടി, രണ്ടാമത്തെ ബാസാക്കോട്ട ഫെർട്ടിലൈസർ, മൂന്നാമത്തെ ഞാൻ നോവാടെക് ഫെർട്ടിലൈസർ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല. അതാണ് മാറി മാറി ഞാൻ ചെടിച്ചട്ടി എടുത്തിട്ട് കാണിക്കുന്നു കേട്ടോ, ഓരോ പ്ലാന്റ്സിനും മാറി മാറി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന വളം നമുക്കറിയാം, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലാണ് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആവുക അല്ലേ. നമ്മൾ എത്രത്തോളം നല്ല കരുതലോടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിനെയും നമ്മൾ നോക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളത് വെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യും. ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്നവർ എങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെടികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ ഇതാക്കും. അടുത്ത വളം ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മളെ മുട്ടത്തോട് പൊടിച്ചത് കേട്ടോ. നല്ലൊരു വളമാണ്, നമ്മുടെ കാൽസ്യം ഒരുപാടുള്ള ഒരിതാണ്. നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ, എല്ലാ പ്ലാന്റ്സിനും നല്ലതാണ്, പക്ഷേ അഗ്ലോണിമ പ്ലാന്റ്സിനും ഈ ഒരു വളം കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ വെറുതെ കളയുന്ന മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് എടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാണ്. മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. വേണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടാൽ മതി. അതിലെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ A to Z വരെയുള്ള കാൽസ്യം, വൈറ്റമിൻ എല്ലാം പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവർ എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ ഈ മുട്ടത്തോട് നമുക്കൊരു ഇതില്ല, നമുക്ക് മിക്സിയിൽ ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സ്, റെഡ് അഗ്ലോണിമ പ്ലാന്റ്സിനും അത് തന്നെ വേറൊരു അഗ്ലോണിമ പ്ലാന്റ്സിനും ഈ ഒരു വളമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ. മുട്ടത്തോട് നല്ല കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് നമ്മളെ മുട്ടത്തോട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് വളങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. മുട്ടത്തോട് തന്നെ നല്ലൊരു വളമാണ്. നമുക്ക് വേറൊരു വളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസം കൂടുമ്പോൾ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ഇപ്പം കുറച്ച് കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ചാണകപ്പൊടി, പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ എന്താ പറയുക, ബനാന ഫീല്, അതുപോലെ തന്നെ ഉള്ളിത്തോലി വെള്ളത്തിലിട്ടൊന്നും ഞാൻ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സിന് ഇതുവരെ ഒഴിച്ചു കൊടുത്തില്ല. അതൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയാണ്. ഇത് ചീഞ്ഞ് പോകും, അല്ലെങ്കിൽ തണ്ടൊക്കെ സ്റ്റെമ്മൊക്കെ ചീഞ്ഞ് അല്ലെങ്കിൽ ചീത്തയായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. റോസാ ചെടിക്ക് അല്ലെങ്കിൽ ബോഗൻവില്ല പ്ലാന്റ്സിനൊക്കെയാണ് അങ്ങനത്തെ വളങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ. ചാരവും കഞ്ഞിവെള്ളമൊക്കെ കലക്കിയതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചെടിക്കല്ല, അതൊക്കെ ഞാൻ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെയാണ്, തെച്ചിച്ചെടി പോലെയുള്ള ചെടികൾക്കൊക്കെയാണ് ഞാൻ ഒഴിക്കാറുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന വളം NPK 19 ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ, നമുക്ക് അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം എടുത്തിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മണ്ണൊന്ന് ഇത്തിരി മാറ്റിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ NPKൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അത് ചട്ടിയുടെ പ്ലാന്റ്സിൻ്റെ തൊട്ടടുത്താവരുത്, ചട്ടീൻ്റെ ഒരു അരിക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതിൽ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ കുറഞ്ഞത് ഇട്ട് കൊടുക്കാം, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ അടുത്ത് NPK 19 എല്ലാവർക്കും കൊടുത്തതാണ്, വളം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ബക്കറ്റ് കലക്കിയിട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കൊടുക്കട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഇലയിലൊക്കെ തട്ടിയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇലയിൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ചുവട്ടിലോ ഇലയിൽ കൂടെ ഒക്കെ നമുക്ക് മുകളിലോ കൂടിയൊക്കെ നല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഈ 2 ചെടികൾക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ വേറെയും ചെടികളിലൊക്കെ നമുക്ക് ഒരുപാട് വേണ്ട കേട്ടോ, കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചാണകപ്പൊടി, രണ്ടാമത്തെ നമ്മൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ, മൂന്നാമത്തെ നമ്മൾ നോവാടെക്, നാലാമത്തെ മുട്ടത്തോട് പൊടിച്ചത്, അഞ്ചാമത്തെ ഇപ്പം നമ്മൾ എടുത്തത് NPK 19. ഇനി ഒരു വളം കൂടി ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ ചെടികൾക്ക് മാറി വളം കൊടുത്താൽ മാത്രമേ, ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെയും വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, ആ കൊടുക്കുന്ന വളങ്ങൾ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം, എനിക്കും കൂടി അറിയാലോ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾ കൊടുത്തിട്ട് ചെടികളൊന്നും കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കും കൂടി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് നമ്മളിങ്ങനെ എല്ലാ സമയത്തും വെള്ളമായിട്ടും വെളിച്ചവും അല്ലെങ്കിൽ ഫുഡും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചാൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാക്കാം. നമുക്ക് സെയിൽ നടത്തുന്നവർക്കൊക്കെ നല്ല സെയിൽ നടത്താനൊക്കെ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്ത വളം എന്ന് പറയുന്നത് ബോൺ 19 എന്ന് പറഞ്ഞ വളമാണ്. അത് നമുക്ക് ഇലച്ചെടികൾക്കും ഇട്ട് കൊടുക്കുക, പൂക്കളുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക, പച്ചക്കറികൾക്കൊക്കെ എല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അപ്പോൾ NPK കൊടുത്ത ചെടിക്ക് നമ്മൾ ഈ ഒരു അതേ സമയത്ത് നമ്മൾ ബോൺ 19 കൊടുക്കാൻ പാടില്ല കേട്ടോ. ബോൺ 19 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വളം കൊടുത്തിട്ട് അന്ന് തന്നെ വേറൊരു വളം നമ്മൾ ഒരിക്കലും ചെടിക്ക് കൊടുക്കുന്നതും ചെടിക്ക് കേടാണ്. അപ്പോൾ ഇതൊരു പച്ച കളറിലാണുള്ളത് ബോൺ 19. അപ്പോൾ അത് വെള്ളത്തിൽ ഞാൻ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാന്റ്സിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഞാൻ വേറെ അഗ്ലോണിമ പ്ലാന്റ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നനച്ച് കൊടുത്തു കേട്ടോ. രാവിലെ ഞാൻ നനച്ചുകൊണ്ടാണ് ചെടിച്ചട്ടിയിൽ വെള്ളം കാണുന്നത്. ഇനിയിപ്പോൾ ആ ചെടി നമുക്കൊരു 3-4 ദിവസത്തേക്ക് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ വളർത്തുമ്പോൾ നമുക്ക് പരിചരണം കുറവാണ്. കാരണം നമുക്ക് എപ്പോഴും നനയ്ക്കേണ്ട. അതല്ലാണ്ട് നമ്മൾ പൂക്കളുടെ ചെടികളൊക്കെ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കണമല്ലേ, അപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇൻഡോർ വയ്ക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് നനച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ മാറി വളം കൊടുത്താൽ മാത്രമേ കണ്ടില്ല ഇതിങ്ങനെ നമുക്ക് ചുവട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നോഡ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തൊക്കെ മറന്നുപോയി. നമുക്ക് അത് രണ്ടും എനിക്ക് മുള വന്നിട്ടുണ്ട്. ഏതൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കുന്നുണ്ട്, അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വളം കൊടുക്കാറുള്ളത് അഗ്ലോണിമ പ്ലാന്റ്സിന് കേട്ടോ. അഗ്ലോണിമ പ്ലാന്റ്സിന് കൊടുക്കുന്ന വളമാണ് ഞാൻ കാണിച്ചത്. പിന്നെ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിൻ്റെ കൂടെ നമ്മൾ എല്ലുപൊടി നല്ലതാണ് കേട്ടോ. എല്ലുപൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെർലൈറ്റ്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ കൊക്കോപ്പിറ്റ, അതുപോലെ തന്നെ മണൽ, അങ്ങനെയുള്ള നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് എപ്പോഴും നല്ലത്. നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഒരു അഗ്ലോണിമ പ്ലാന്റ്സും കേടാവില്ല, ചീത്താവില്ല. പിന്നെ നമ്മൾ എത്രത്തോളം നോക്കിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരും. ഈ അടുത്ത് എൻ്റെ ഒരു ഇതിൽ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ സ്നോ വൈറ്റ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പിന്നെ പൈപ്പിനോട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി നട്ടുകൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അത് ആ സൈഡിലാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും വരും കേട്ടോ. നമുക്കിപ്പോൾ നമ്മളെ തന്നെ നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് നമ്മളെ ശരീരം അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരും അല്ലേ, അതുപോലെ പ്ലാന്റ്സിന് വരും. പക്ഷേ കഴിയുന്നത് നമ്മൾ അസുഖം വരാതെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തോന്നുന്നു മെനഞ്ഞാന്നോ സാഫ് എന്ന ഫംഗിസൈഡ് ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്റ്സിനും ഞാൻ മാസത്തിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അഴിച്ചു കൊടുക്കാറുണ്ട്. സാഫ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സാഫിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് കാണാൻ മതി. ബൈത്തുൽ ഗാർഡൻ അടിച്ചിട്ട് സാഫിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. സാഫ് നമുക്ക് ചെടികൾ വളർത്തുന്നവരുടെ കയ്യിൽ എന്തായാലും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉണ്ടാകും. അധികം ആൾക്കാരുടെ കയ്യിൽ സാഫാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് രോഗങ്ങൾ വരാതെ നോക്കാൻ പറ്റും കേട്ടോ. രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. എങ്കിലും നമ്മളെ ഒരു കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. അതും നമ്മൾ ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിന് ഞാൻ ഇതുവരെ DAP കൊടുത്തിട്ടില്ല. പൂക്കളുടെ ചെടികൾക്കാണ് ഞാൻ DAP കൊടുക്കാറ്. ഇനി അഥവാ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ പിന്നെ നിങ്ങളുടെ പ്ലാൻസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം കുറച്ച് അങ്ങനെ കമൻറ്റ് വന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്ലാൻസും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടതുകൊണ്ട് എല്ലാം ആരോഗ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇന്ന് ഈ ഒരു ഭാഗം ഞാൻ നനച്ചിട്ടേ ഇല്ല പെട്ടോ. ഇപ്പോൾ ഞാൻ NPK ഒഴിച്ചപ്പോഴുള്ള വെള്ളമാണ്. ഇന്ന് ഈ ഭാഗത്ത് ഞാൻ നനച്ചിട്ടേ ഇല്ല. ഈ ചെടി അപ്പുറത്തുനിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു സൈഡിൽ നനച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകും. അപ്പം ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്, ബൊഗെയിൻവില്ല പ്ലാന്റ്സിന് നമ്മളെപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത്, വളം കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്ലാന്റ്സ് കണ്ടില്ലേ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നില്ലേ.
അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഓരോ ചെടികൾക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്ന 2 ദിവസം മുന്നേ, ഓരോ ചെടികൾക്കും പ്രത്യേകം കെയറിങ് ആണ്, പ്രത്യേക രീതിയിലാണ് വെള്ളം വളമൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യട്ടെ.